നമസ്കാരം. VBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ജനവിരുദ്ധ കേന്ദ്ര ബജറ്റിനെതിരെ ജീവനക്കാരും അധ്യാപകരും FSETO നേതൃത്വത്തിൽ തൊടുപുഴയിൽ സായാഹ്ന ധർണ നടത്തി. NGO യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് TM ഹാജറ ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ ന്യൂമാൻ കോളേജ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്പാർട്ട്മെന്റ് മെറിറ്റ് ഡേ ആഘോഷവും BCom, MCom വിഭാഗങ്ങളിൽ ഏറ്റവും മികച്ച വിദ്യാർത്ഥികൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന പ്രൊഫസർ KV ദേവസി എൻഡോമെന്റ് വിതരണവും നടത്തി. കോളേജ് മാനേജർ മോൺസിഞ്ഞോൺ ഡോക്ടർ പയസ് മലയക്കണ്ടത്തിൽ മെറിറ്റ് ഡേ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ തൊടുപുഴ മേഖലാ സമ്മേളനവും പുസ്തക പ്രകാശനവും തൊടുപുഴയിൽ നടന്നു. വണ്ടമറ്റം അക്വാട്ടിക് സെന്ററിൽ വെച്ച് നടന്ന തൊടുപുഴ സബ് ജില്ലാ നീന്തൽ ചാമ്പ്യൻഷിപ്പിൽ കാളിയാർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാരായി. മനോരമ നല്ലപാടത്തിന്റെ ഇടുക്കി ജില്ലാ അധ്യാപക സംഗമം തൊടുപുഴ സിസിലിയ ഹോട്ടലിൽ നടത്തി. സമാപന യോഗം PJ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ജനവിരുദ്ധ കേന്ദ്ര ബജറ്റിനെതിരെ ജീവനക്കാരും അധ്യാപകരും FSETO നേതൃത്വത്തിൽ തൊടുപുഴയിൽ സായാഹ്ന ധർണ നടത്തി. തൊടുപുഴയിൽ നടന്ന ധർണ NGO യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് TM ഹാജറ ഉദ്ഘാടനം ചെയ്തു. KGOA ജില്ലാ പ്രസിഡന്റ് CK ജയശ്രീ അധ്യക്ഷത വഹിച്ചു. ജനവിരുദ്ധ കേന്ദ്ര ബജറ്റിനെതിരെ ജീവനക്കാരും അധ്യാപകരും ചേർന്ന് FSETOയുടെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ സായാഹ്ന ധർണ നടത്തി. തൊടുപുഴയിൽ നടത്തിയ ധർണ NGO യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് TM ഹാജറ ഉദ്ഘാടനം ചെയ്തു. 400 സീറ്റിന്റെ വ്യക്തമായ ഭൂരിപക്ഷം തങ്ങൾക്കുണ്ടാകുമെന്നും അവകാശപ്പെട്ട മുൻ പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾക്ക് തെരഞ്ഞെടുപ്പിന് ശേഷം എങ്ങനെയാണ് മൂന്നാമത് അധികാരത്തിലേക്ക് വരാൻ കഴിയുക എന്നതിനെ സംബന്ധിച്ച് വലിയ ആലോചനകളാകെ നടത്തേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇന്ത്യ മുന്നണിയുടെ വലിയൊരു മുന്നേറ്റം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ രാജ്യത്ത് സാക്ഷ്യം വഹിക്കുകയുണ്ടായി. ആ ഒരു മുന്നേറ്റത്തിനിടയായ സാഹചര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷക്കാലമായി അധികാരത്തിലിരുന്ന NDA ഗവൺമെന്റ് തുടർന്നു വന്ന ജനവിരുദ്ധ നയങ്ങളും കർഷക വിരുദ്ധ നയങ്ങളും തൊഴിലാളി വിരുദ്ധ നയങ്ങളും അടക്കം എത്രത്തോളം ഇന്ത്യയിലെ സാധാരണക്കാരനെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു. ആ ഏറ്റവും വലിയ തെളിവെന്ന് പറയുന്ന കർഷകരുടെ സമരം. നമുക്കറിയാം, 1 വർഷക്കാലം നീണ്ടുനിന്ന കർഷക സമരത്തെ എങ്ങനെയാണ് ഇന്ത്യ ഗവൺമെന്റ് അടിച്ചമർത്താൻ ശ്രമിച്ചത്. 2ാം കർഷക സമരം ഡൽഹിയുടെ മണ്ണിൽ പൊട്ടിപ്പുറപ്പെടുമ്പോൾ ആ കർഷക സമരത്തിന്റെ മുന്നിലേക്ക് ബുൾഡോസറുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കർഷകരെ ഇല്ലായ്മപ്പെടുത്താൻ ശ്രമിച്ച ഒരു ഗവൺമെന്റിന്റെ മുന്നിലേക്ക് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ കൃത്യമായി മറുപടി നൽകിക്കൊണ്ടാണ് 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിജയത്തിന് ആവശ്യമാകുന്ന രീതിയിലേക്കുള്ള ഒരു ഇടപെടൽ എന്നുള്ള രീതിയിലേക്ക് ഇന്ത്യ മുന്നണിക്കൊപ്പം നിൽക്കുവാൻ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ തയ്യാറായത്. KGOA ജില്ലാ പ്രസിഡന്റ് CK ജയശ്രീ അധ്യക്ഷത വഹിച്ചു. KGOA സംസ്ഥാന കമ്മിറ്റി അംഗം PM ഫിറോസ്, NGO യൂണിയൻ ജില്ലാ സെക്രട്ടറി KK പ്രസുഭകുമാർ, KGNA ജില്ലാ സെക്രട്ടറി CK സീമ, KNTEO ജില്ലാ പ്രസിഡന്റ് ജിനേഷ് ജോസഫ്, NGO യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി TG രാജീവ്, തൊടുപുഴ ഈസ്റ്റ് ഏരിയ സെക്രട്ടറി PM മുഹമ്മദ് ജലീൽ എന്നിവർ പ്രസംഗിച്ചു. FSETO ഏരിയ സെക്രട്ടറി PM റഫീഖ് സ്വാഗതവും NGO യൂണിയൻ തൊടുപുഴ വെസ്റ്റ് ഏരിയ സെക്രട്ടറി KS ഷിബുമോൻ നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ സ്വദേശ് മെഗാ ക്വിസ് സമാപന സമ്മേളനം KPSTA സംസ്ഥാന സെക്രട്ടറി PM നാസർ ഉദ്ഘാടനം ചെയ്തു. LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ 1, 2 സ്ഥാനം നേടിയ വിദ്യാർത്ഥികൾക്ക് സമ്മാനദാനവും അദ്ദേഹം നിർവഹിച്ചു. സബ് ജില്ലാ പ്രസിഡന്റ് ഷിൻഡോ ജോർജ് അധ്യക്ഷത വഹിച്ചു. ചരിത്ര സത്യങ്ങൾ വളച്ചൊടിക്കുകയും തമസ്കരിക്കുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ വിദ്യാർത്ഥികളിൽ ദേശീയബോധവും ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചുമുള്ള അവബോധവും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത മഹാരഥന്മാരെ പരിചയപ്പെടുത്തുന്നതിനും അവസരമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ സ്വദേശ് മെഗാ ക്വിസ് ഏറ്റവും മാതൃകാപരമാണെന്ന് KPSTA സംസ്ഥാന സെക്രട്ടറി PM നാസർ പറഞ്ഞു. തൊടുപുഴയിൽ നടത്തിയ സ്വദേശ് മെഗാ ക്വിസ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അപ്പോൾ തന്നെ നമ്മുടെ കുട്ടികൾ എത്രമാത്രം പഠന കാര്യങ്ങളിൽ
പൊതുവിജ്ഞാന കാര്യങ്ങൾ ഉത്സുകരാണ്, കൂടുതൽ പഠന വിധേയരാക്കുന്നുണ്ട് എന്നതിൻ്റെ വ്യക്തമായ തെളിവായിട്ടാണ് ഞാൻ കാണുന്നതിനെ. കാരണം സ്കൂൾ തല മത്സരങ്ങളിൽ വിജയിച്ച് ഉപജില്ലാ മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന കുട്ടികൾ വളരെ വീറും വാശിയോടും കൂടി വളരെ മനോഹരമായിട്ടാണ് ഇന്നത്തെ ഈ ക്വിസ് മത്സര പ്രോഗ്രാമിൽ പങ്കെടുത്തത്. ഇതിൽ പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികളെയും KPSTA സംസ്ഥാന സമിതിക്ക് വേണ്ടി ഞാൻ അഭിനന്ദിക്കുകയാണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, KPSTA കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് സ്വദേശ് മെഗാ ക്വിസ് കേരളത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളിലും വിദ്യാലയ തലങ്ങളിലും തുടർന്ന് ഉപജില്ലാ തലങ്ങളിലും ഇനി അടുത്ത ഘട്ടത്തിൽ ജില്ലാ തലത്തിലും അതിനുശേഷം സംസ്ഥാന തലത്തിലും മത്സരങ്ങൾ നടത്തി വരികയാണ്. കുട്ടികളിലെ പൊതുവിജ്ഞാനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് നമുക്കറിയാം നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരവും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമെല്ലാം തമസ്കരിക്കപ്പെടുന്ന ഒരു കാലമാണ്. നമുക്ക് വേണ്ടി സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാന്മാരെയെല്ലാം മറക്കുന്ന, തമസ്കരിക്കുന്ന, ആ ചരിത്രം മാറ്റിയെഴുതാൻ ശ്രമിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ചും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചും അതിൽ പങ്കെടുത്ത് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാന്മാരായ മഹാരഥന്മാരെക്കുറിച്ചും ആ ഗാന്ധിജി ഉൾപ്പെടെയുള്ള, നെഹ്റു ഉൾപ്പെടെയുള്ള മഹാന്മാരെക്കുറിച്ചുമെല്ലാം കുട്ടികൾക്ക് പഠിക്കാനും അത് മനസ്സിലാക്കാനുമുള്ള ഒരു അവസരം പ്രദാനം ചെയ്യുക എന്നതുകൂടിയാണ് നമ്മുടെ ഇന്നത്തെ ഈ സ്വദേശ് മെഗാ ക്വിസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ 1ഉം 2ഉം സ്ഥാനം നേടിയ വിദ്യാർത്ഥികൾക്ക് സമ്മാനദാനവും അദ്ദേഹം നിർവഹിച്ചു. അയോണ റജി, സബ് ജില്ലാ പ്രസിഡന്റ് ഷിൻഡോ ജോർജ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി രതീഷ് VR, ലിജോമോൻ ജോർജ്, ജിബിൻ ജോസഫ്, ജിൻഡോ തോമസ്, ഹസൈനർ, നിസ മുഹമ്മദ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇടുക്കിയിലെ മലയോര കർഷകരെ സംരക്ഷിക്കുവാൻ BJP ഏതറ്റം വരെയും പോകുമെന്ന് BJP നേതാവ് അഡ്വക്കേറ്റ് ഷോൺ ജോർജ്. കഞ്ഞിക്കുഴി സർവീസ് സഹകരണ ബാങ്ക് തിരഞ്ഞെടുപ്പ് NDA കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഷോൺ ജോർജ്. ഇടുക്കി കഞ്ഞിക്കുഴി സർവീസ് സഹകരണ ബാങ്ക് തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചാണ് NDA തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തിയത്. കഞ്ഞിക്കുഴി വ്യാപാര ഭവനിൽ നടന്ന പരിപാടിയിൽ VK സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. BJP നേതാവ് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇടുക്കിയിലെ മലയോര കർഷകരെ സംരക്ഷിക്കുവാൻ BJP ഏതറ്റം വരെ പോകുമെന്നും സഹകരണ പ്രസ്ഥാനത്തിന്റെ വിജയം വിശ്വസ്തതയാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ഷോൺ ജോർജ് വ്യക്തമാക്കി. ആ മലയോര കർഷകരെ സംരക്ഷിക്കുവാൻ വേണ്ട ഏതറ്റം വരെയുള്ള നടപടികളുമായി BJP മുമ്പോട്ട് പോകണം. അത് BJPയുടെ പ്രഖ്യാപന മുദ്രാവാക്യമായി മാറണം. വലിയൊരു സമൂഹം ഇന്ന് ഇവിടുത്തെ ഇടതുപക്ഷത്തോടും വലതുപക്ഷത്തോടും കൂറു പുലർത്തിയ ഒരു സമൂഹം ഇവരെ കൊണ്ടൊന്നും ഈ നാടിന്റെ നിലനിൽപ്പിന് ഉപകാരമില്ല എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടിരിക്കുന്നു. ആ സമൂഹം BJPയിലേക്ക് ഒഴുകിയെത്തും, ഒരു സംശയമില്ല, എനിക്ക് നല്ല വിശ്വാസം. ഈ വിഷയങ്ങൾക്കെല്ലാം നമുക്കറിയാം, ഇവിടുത്തെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, ഇവിടെ ഈ കഴിഞ്ഞ 5 വർഷം 6 വർഷക്കാലമായി പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുന്നു, വലിയ ഉരുൾപൊട്ടലുണ്ടാകുന്നു. എന്തുകൊണ്ടുണ്ടാകുന്നു? ഇപ്പോൾ വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടൽ, അവിടെ 6 കിലോമീറ്റർ വനത്തിനുള്ളിലാണ് ഉരുൾപൊട്ടിയിട്ടുള്ളത്. ഇന്നലെ ചീഫ് സെക്രട്ടറി റിപ്പോർട്ട് വന്നു. ആ പരിസര BJP മണ്ഡലം പ്രസിഡന്റ് സുരേഷ് മീനത്തേരി മുഖ്യപ്രഭാഷണം നടത്തി. അനീഷ് പച്ചിലാങ്കുന്നേൽ സ്വാഗതവും അനന്തു മങ്ങാട്ടിൽ കൃതജ്ഞതയും രേഖപ്പെടുത്തി. ആശംസകൾ അർപ്പിച്ചുകൊണ്ട് BJP ജില്ലാ സെക്രട്ടറി സൗമ്യ PV, ബിന്ദു അഭയൻ, സ്മിത ദീപു, സുരേഷ് തെക്കേക്കുറ്റ്, ലീന രാജു എന്നിവർ സംസാരിച്ചു. നിരവധി NDA പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ദുരന്തം അനുഭവിക്കുന്ന വയനാട് ജനതയ്ക്ക് CPIM ഇടുക്കി ജില്ലാ കമ്മിറ്റി 50 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുമെന്ന് CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ് അറിയിച്ചു. ദുരന്തം അനുഭവിക്കുന്ന വയനാട് ജനതയ്ക്ക് CPIM ഇടുക്കി ജില്ലാ കമ്മിറ്റി 50 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുമെന്ന് CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ് 10, 11 തീയതികളിൽ 165 ലോക്കൽ കമ്മിറ്റികളിലും 2022 ബ്രാഞ്ച് കമ്മിറ്റികളിലും പാർട്ടി നേതാക്കൾ ഭവന സന്ദർശനം നടത്തും. എല്ലാ ജനവിഭാഗങ്ങളോടും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുവാൻ അഭ്യർത്ഥിക്കുമെന്നും ആരുടെയും കയ്യിൽ നിന്ന് നേരിട്ട് പണം വാങ്ങില്ല എന്നുമാണ് സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനമെന്നും വയനാട് ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുവാൻ ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ജനവിഭാഗവും രംഗത്ത് വരണമെന്നും CV വർഗീസ് അഭ്യർത്ഥിച്ചു. 11, 12, 10, 11 തീയതികളിൽ ഭവന സന്ദർശനം നടത്തുമ്പോൾ
CPM-ൻ്റെ പ്രവർത്തകന്മാർ വീട്ടിലെത്തുമ്പോൾ ഓരോ ജനതയും അവരുടെ സാധ്യതയ്ക്കനുസരിച്ചുള്ള സംഖ്യ മുഖ്യമന്ത്രി ദുരിതാശ്വാസത്തിൽ നൽകാൻ വേണ്ടിയുള്ള സന്നദ്ധ പ്രകടിപ്പിക്കണം എന്നുകൂടിയാണ് ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കാറുള്ളത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. തൊടുപുഴ ന്യൂമാൻ കോളേജ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്പാർട്ട്മെന്റ് മെരിറ്റ് ഡേ ആഘോഷവും BCom, MCom വിഭാഗങ്ങളിൽ ഏറ്റവും മികച്ച വിദ്യാർത്ഥികൾക്ക് ഏർപ്പെടുത്തിയിരുന്ന പ്രൊഫസർ KV ദേവസി എൻഡോമെന്റ് വിതരണവും നടത്തി. കോളേജ് മാനേജർ മോൺസിഞ്ഞോൺ ഡോക്ടർ പയസ് മലയക്കണ്ടത്തിൽ മെരിറ്റ് ഡേ ഉദ്ഘാടനം ചെയ്തു. കേണൽ പ്രശാന്ത് നായർ വിശിഷ്ട അതിഥിയായിരുന്നു. തൊടുപുഴ ന്യൂമാൻ കോളേജ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്പാർട്ട്മെന്റ് മെറിറ്റ് ഡേ ആഘോഷവും BCom, MCom വിഭാഗങ്ങളിൽ ഏറ്റവും മികച്ച വിദ്യാർത്ഥികൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന പ്രൊഫസർ KV ദേവസി എൻറോൾമെന്റ് വിതരണവും നടത്തി. ഡിപ്പാർട്ട്മെന്റിൽ പഠിച്ച CA, ACCA എന്നീ പ്രൊഫഷണൽ ഡിഗ്രികൾ കരസ്ഥമാക്കിയവർക്കും അക്കാദമിക് മികവ് പുലർത്തിയ വിദ്യാർത്ഥികൾക്കുമാണ് ക്യാഷ് അവാർഡും ട്രോഫിയും നൽകി ആദരിച്ചത്. കോളേജ് മാനേജർ മോൺസിഞ്ഞോർ ഡോക്ടർ പയസ് മലയക്കണ്ടത്തിൽ മെറിറ്റ് ഡേ ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്രശാഖയെ വികസിപ്പിച്ചെടുക്കുന്ന വലിയ കണ്ടുപോയിരിക്കുന്നത് ഇതിന് പഠിക്കുന്ന ടാക്സേഷൻ, ഇതിന് പഠിക്കുന്ന ഫിനാൻഷ്യൽ മാനേജ്മെന്റും ബിസിനസ് മാനേജ്മെന്റും അതുപോലെ പഠിക്കുന്ന അക്കൗണ്ടിംഗ് ഒക്കെ ഈ മാറ്റങ്ങളുടെ ഭാഗമായി രൂപപ്പെട്ടു വന്നതാണ്. അത് രൂപപ്പെട്ടു വന്നിട്ട് നിങ്ങളുടെ വിഷയത്തിൽ അവിഭാജ്യ ഘടകമായി ഇതൊരു വിഷയമായി മാറിയിട്ട് അധികാരമായിട്ടില്ല. ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ന് പറയുന്ന ഗണത്തിൽ പോലും ഒരു ഘടന അല്ലെങ്കിൽ ആഗോളതലത്തിന്റെ പരീക്ഷ ഉണ്ടാകുന്നത് 1854 എഡിൻബർഗ് സൊസൈറ്റി ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ന് പറഞ്ഞുകൊണ്ട് 1854 തുടങ്ങുന്നത്. അങ്ങനെ അക്കൗണ്ടൻസിന്റെ ഒരു സംഘടനയും അവരുടെ കണക്കുകൂട്ടൽ, ടാക്സേഷൻ, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ബിസിനസ് മാനേജ്മെന്റ് എന്നീ പ്രവൃത്തികൾക്കുള്ള ഒരു ഏകോപന സ്റ്റാൻഡർഡൈസേഷനൊക്കെ രൂപപ്പെട്ടു വരുന്നത് ഈ കച്ചവട പ്രവൃത്തികളുടെ, വയലക്കര പ്രവൃത്തികളുടെ കേണൽ പ്രശാന്ത് നായർ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജെന്നി കെ അലസ്, ഡിപ്പാർട്ട്മെന്റ് മേധാവി ക്യാപ്റ്റൻ പ്രജീഷ് C. മാത്യു, ബെർസർ ഫാദർ ബെൻസൺ N. ആന്റണി, ഡോക്ടർ ബോണി ബോസ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വണ്ടമറ്റം അക്വാട്ടിക് സെന്ററിൽ വെച്ച് നടന്ന തൊടുപുഴ സബ് ജില്ലാ നീന്തൽ ചാമ്പ്യൻഷിപ്പിൽ കാളിയാർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാരായി. വണ്ണപ്പുറ സ്കൂൾ 2ാമതും കരിമണ്ണൂർ സ്കൂൾ 3ാം സ്ഥാനവും നേടി. സബ് ജില്ലയിലെ 10ഓളം സ്കൂളുകളാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തത്. ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം ഓഷ്യൻമാൻ ചാമ്പ്യനും കേരള അക്വാട്ടിക് അസോസിയേഷൻ വൈസ് പ്രസിഡന്റും കൂടിയായ ബേബി വർഗീസ് നിർവഹിച്ചു. വണ്ടമറ്റം അക്വാറ്റിക് സെന്ററിൽ വെച്ച് നടന്ന തൊടുപുഴ സബ് ജില്ലാ നീന്തൽ ചാമ്പ്യൻഷിപ്പിൽ കാളിയാർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ 9 സ്വർണവും 4 വെള്ളിയും 1 വെങ്കലവും നേടി 55 പോയിന്റോടെ ഓവറോൾ ചാമ്പ്യന്മാരായി. 5 സ്വർണവും 2 വെള്ളിയും 1 വെങ്കലവും നേടി 40 പോയിന്റോടെ വണ്ണപ്പുറം സ്കൂൾ 2ാമതും. 3 സ്വർണവും 4 വെള്ളിയും 2 വെങ്കലവും നേടി 30 പോയിന്റോടെ കരിമണ്ണൂർ സ്കൂൾ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. സബ് ജില്ലയിലെ 10ഓളം സ്കൂളുകളാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തത്. കാളിയാർ സ്കൂൾ കഴിഞ്ഞ വർഷത്തെ ഇടുക്കി ജില്ലാ ചാമ്പ്യന്മാരാണ്. ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം ഓഷ്യൻമാൻ ചാമ്പ്യനും കേരള അക്വാട്ടിക് അസോസിയേഷൻ വൈസ് പ്രസിഡന്റും കൂടിയായ ബേബി വർഗീസ് നിർവഹിച്ചു. പിന്നെ സംസ്ഥാന തലത്തിലൊക്കെ മത്സരത്തിൽ ജയിക്കുന്ന കുട്ടികൾ ഡെയിലി 4 മണിക്കൂർ പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികളാണ്. അവർ ഡെയിലി ഒരു 10 കിലോമീറ്റർ വർക്കൗട്ട് ചെയ്യുന്ന കുട്ടികൾക്ക് മാത്രമേ സംസ്ഥാന തലത്തിൽ ജയിക്കാൻ പറ്റുകയുള്ളൂ. അതൊരു 24 സെക്കൻഡിൽ 50 മീറ്റർ ചെയ്യുന്ന കുട്ടികളാണ്. 23, 24, 25 സെക്കൻഡിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമ്മാനം കിട്ടും. പക്ഷെ നിങ്ങളുടെ ടൈം എന്ന് പറയും. ഇവിടെ ക്വാളിഫൈങ് ടൈമിൽ ചെയ്യുന്ന കുട്ടികൾ ആരുമില്ല നമ്മുടെ ജില്ലയിൽ. കാരണം റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികളില്ല. കായികാധ്യാപകൻ ജിമ്മി ജോസ് സ്വാഗതം ആശംസിച്ചു. ഡോക്ടർ ബോബു ആന്റണി നന്ദി രേഖപ്പെടുത്തി. മറ്റ് കായികാധ്യാപകരായ സജിനി കെ വിജയൻ, സിനി ലൂയിസ്, ആൽവിൻ ജോസ്, റോണി ജോസ് സാബു, വർഗീസ് വിൽസൺ എന്നിവർ ചാമ്പ്യൻഷിപ്പിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ,
കോടിക്കുളം. മേലുകാവ് ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ അലസർ മെഡിക്കൽ കോളേജ് ആൻഡ് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ സഹകരണത്തോടെ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഈരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ്മ ഫെർണാണ്ടസിന്റെ അധ്യക്ഷതയിൽ പാലാ MLA മാണി സി കാപ്പൻ ഉദ്ഘാടനം നിർവഹിച്ചു. മേലുകാവ് ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ അല്ലസർ മെഡിക്കൽ കോളേജ് ആൻഡ് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ സഹകരണത്തോടെ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മേലുകാവ് ഹെൻറി ബേക്കർ ഓഡിറ്റോറിയത്തിൽ വെച്ച് തദ്ദേശീയ ജനതയുടെ അന്തർദേശീയ ദിനാചരണവും മെഡിക്കൽ ക്യാമ്പും ഈരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ്മ ഫെർണാണ്ടസിന്റെ അധ്യക്ഷതയിൽ പാലാ MLA മാണി സി കാപ്പൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ITDP പ്രോജക്ട് ഓഫീസർ സജു എസ് സ്വാഗതം പറയുകയും ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് ഷോൺ ജോർജ്, മേലുകാവ്, മൂന്നിലവ്, തലനാട് ഗ്രാമപഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാരും ആശംസകൾ നേരുകയും ചെയ്തു. അല്ലസർ മെഡിക്കൽ കോളേജ് CEO സുധീർ, ക്യാമ്പ് കോർഡിനേറ്റർ അഡ്വക്കേറ്റ് ഷെരീഫ് എന്നിവർ സംസാരിച്ചു. ക്യാമ്പിൽ ജനറൽ മെഡിസിൻ, ഓർത്തോ, ഗൈനക്കോളജി, ഒപ്താൽമോളജി, ENT, പീഡിയാട്രിക്, ഡെന്റൽ വിഭാഗങ്ങളിലെ മികച്ച ഡോക്ടർമാരുടെ സേവനം 500ഓളം രോഗികൾ പ്രയോജനപ്പെടുത്തി. സൗജന്യ പ്രമേഹ പരിശോധനയും സൗജന്യ മരുന്ന് വിതരണവും, തുടർ ചികിത്സ ആവശ്യമുള്ള ആളുകൾക്ക് ചികിത്സകളിൽ ഇളവ് ലഭിക്കുന്ന അല്ലസർ പ്രിവിലേജ് കാർഡ് വിതരണവും നടത്തി. നാടിന്റെ അഭിമാനമായ കലാകാരി ജെസി സാമിനെ ചടങ്ങിൽ ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ആവശ്യപ്പെട്ട പ്രകാരം അല്ലസർ ഗ്രൂപ്പ് MD അഡ്വക്കേറ്റ് മിജാസ് ജോലി വാഗ്ദാനം നൽകുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, മേലുകാവ്. നന്മയുടെ 100 പാഠങ്ങൾ എഴുതിയ മനോരമ നല്ല പാഠത്തിന്റെ ഇടുക്കി ജില്ല അധ്യാപക സംഗമം തൊടുപുഴ സിസിലിയ ഹോട്ടലിൽ നടത്തി. ട്രെയിനർ അഭിലാഷ് ജോസഫ് അധ്യാപകരുമായി സംവദിച്ചു. സമാപന യോഗം PJ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. നല്ല പാഠം ജില്ലാ ജേതാക്കൾക്കുള്ള പുരസ്കാരങ്ങൾ MLA സമ്മാനിച്ചു. മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ജെസ്സി ആന്റണി ആശംസകൾ നേർന്നു. ഈ മാലിന്യ പ്രശ്നം, ആ അവബോധമുണ്ടാക്കേണ്ടത് കൊച്ചുകുട്ടികളായിരിക്കുമ്പോൾ തന്നെയാണ്. വലിച്ചെറിയുന്ന സ്വഭാവം മാറ്റിവെക്കുക. നമ്മുടെ പരിസരം സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമാണ്, കുട്ടികൾ ഓരോരുത്തർക്കുമാണ് എന്ന അവബോധം സെറ്റ് ചെയ്യുക. ഏതായാലും സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ, വലിയ ദുരന്തം വയനാട്ടിലുണ്ടായപ്പോൾ അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുവാൻ, അവരുടെ ദുഃഖത്തിൽ പങ്കുചേരാൻ മനസ്സുള്ളവരാണോ നമ്മുടെ കുട്ടികൾ? കാരുണ്യമുള്ളവരായി കുട്ടികളെ വളർത്തണം. ഏറ്റവും പ്രധാനപ്പെട്ട ബലിയേക്കാൾ എനിക്ക് വേണ്ടത് കരുണയാണല്ലോ. ആ ഒരു അവബോധം കുട്ടികൾ ഉണ്ടാക്കിയാൽ തന്നെ വലിയ മാറ്റങ്ങളുണ്ടാകും. ചുറ്റുപാടുമുള്ള ദുഃഖങ്ങൾ കാണാൻ, നല്ല സമരിയാക്കാരായി മാറാൻ കുട്ടികളെ പരിശീലിപ്പിക്കാനുള്ള വലിയ ഉത്തരവാദിത്വമാണ് ഉള്ളത്. ഓണവിപണി അടുക്കുന്നതോടെ ഏത്തയ്ക്കയ്ക്ക് വിപണിയിൽ വില ഉയരുന്നു. നിലവിൽ ഏത്തയ്ക്കായുടെ വില 60 രൂപയ്ക്ക് അടുത്തെത്തി. ഉയർന്ന വില കർഷകർക്ക് പ്രതീക്ഷ നൽകുമ്പോൾ ഏത്തയ്ക്കായ വിൽപ്പന നടത്തുന്ന വ്യാപാരികൾ ആശങ്കയിലാണ്. ഓണം അടുത്തതോടെ വിപണിയിലേക്ക് കൂടുതൽ ഏത്തയ്ക്ക എത്തിത്തുടങ്ങി. ഏത്തയ്ക്കയ്ക്ക് ഏറ്റവും ചിലവുള്ള സമയമാണ് ഓണക്കാലം. ഏത്തവാഴ കർഷകർക്ക് വിലയിൽ പ്രതീക്ഷ നൽകുന്ന വിപണിയാണ് ഏത്തയ്ക്കായുടെ ഓണവിപണി. ഓണക്കാലമെത്തി ആവശ്യകത വർദ്ധിച്ചതോടെ ഏത്തയ്ക്കായ്ക്ക് വിപണിയിൽ വില ഉയരുകയാണ്. നിലവിൽ ഏത്തയ്ക്കായുടെ വില 60 രൂപയ്ക്ക് അടുത്െത്തി. 1.5 മാസം മുമ്പ് വരെ 45-നടുത്തായിരുന്നു ഏത്തക്കായ വില. വില വീണ്ടും ഉയരാനാണ് സാധ്യതയെന്ന് വ്യാപാരികൾ പറയുന്നു. 50, 52 ആയിരുന്നു വില. 57, 58 വരെയൊക്കെ ആയിട്ടുണ്ട് വില.
വരുന്നുണ്ടോ? വരുന്നുണ്ടോ ഇപ്പം? കായുണ്ട്, കായ ഇഷ്ടംപോലെ, കായ്ക്കുറവില്ല, വിലയിലാണ് പറയാം. ഓണത്തിന് പ്രതീക്ഷയുണ്ടോ? വില കൂടുന്നു? പ്രതീക്ഷ ഉണ്ടാവും, കുറയണമെന്നാണ് നമ്മളൊക്കെ പറയണത്. കൂടാൻ വേണ്ടി എല്ലാം നമ്മൾ കുറഞ്ഞാലും കച്ചവടം കൂടുതലുണ്ടാവും. വില കൂടിക്കൊണ്ടിരിക്കണ്ടേ, നമ്മളെന്ത് ചെയ്യാൻ പറ്റും? ഉയർന്ന വില കർഷകർക്ക് പ്രതീക്ഷ നൽകുമ്പോൾ ഏത്തക്കായ വിൽപ്പന നടത്തുന്ന വ്യാപാരികൾ ആശങ്കയിലാണ്. ഓണം അടുത്തതോടെ ഏത്തക്കായ വിപണിയിലേക്ക് കൂടുതൽ എത്തിത്തുടങ്ങി. ഓണവിപണി മുമ്പിൽ കണ്ട് കൃഷിയിറക്കിയിരുന്ന കർഷകർ വിളവെടുപ്പ് ആരംഭിച്ചു. ഓണവിപണി കൂടുതൽ സജീവമാകുന്നതോടെ ഏത്തക്കായ്ക്ക് ആവശ്യകതയും വർദ്ധിക്കും. ചിപ്സ് നിർമ്മാണത്തിനാണ് ഏത്തക്കായ കൂടുതൽ ആവശ്യമായി വരുന്നത്. അതേസമയം ഏത്തക്കായുടെ വില വർദ്ധിക്കുന്നത് ചെറുകിട വ്യാപാരത്തെ ബാധിക്കുമോ എന്ന ആശങ്ക വ്യാപാരികളും പങ്കുവയ്ക്കുന്നു. തമിഴ്നാട്ടിൽ നിന്നടക്കം ഏത്തക്കായ ഓണക്കാലത്ത് വിപണിയിലേക്ക് എത്താറുണ്ട്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഏത്തക്കായുടെ ഉൽപാദനം ഹൈറേഞ്ചിൽ കുറഞ്ഞിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കോതമംഗലം ടൗണിൽ ഇനി ഭാരവാഹനങ്ങൾക്ക് വിലക്ക്. വിവിധ ഭാഗങ്ങളിൽ നഗരത്തിൽ സൈൻ ബോർഡുകൾ സ്ഥാപിച്ചു. നഗരത്തിലെ അപകട സാധ്യത കുറയ്ക്കുന്നതിനും ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിനുമായിട്ടാണ് കോതമംഗലം ട്രാഫിക് പോലീസ് നഗരത്തിൽ പുതിയ സൈൻ ബോർഡുകൾ സ്ഥാപിക്കുന്നത്. ടൗണിൽ നടപ്പാക്കുവാൻ ഉദ്ദേശിക്കുന്ന മറ്റ് ക്രമീകരണങ്ങളെക്കുറിച്ച് ആലോചിച്ച് തീരുമാനിക്കുമെന്ന് കോതമംഗലം ട്രാഫിക് പോലീസ് SHO CP ബഷീർ BBC ന്യൂസിനോട് പറഞ്ഞു. കോതമംഗലം ടൗണിൽ ഇനി മുതൽ ഭാരവാഹനങ്ങൾക്ക് വിലക്ക്. വിവിധ ഭാഗങ്ങളിൽ നഗരത്തിൽ സൈൻ ബോർഡുകൾ സ്ഥാപിച്ചു. നഗരത്തിലെ അപകട സാധ്യത കുറയ്ക്കുന്നതിനും ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിനുമായിട്ടാണ് കോതമംഗലം ട്രാഫിക് പോലീസ് നഗരത്തിൽ പുതിയ സൈൻ ബോർഡുകൾ സ്ഥാപിക്കുന്നത്. ടൗണിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന മറ്റ് ക്രമീകരണങ്ങളെക്കുറിച്ച് ആലോചിച്ച് തീരുമാനിക്കുമെന്ന് കോതമംഗലം ട്രാഫിക് പോലീസ് SHO CP ബഷീർ BBC ന്യൂസിനോട് പറഞ്ഞു. ഹെവി വാഹനങ്ങൾ, അതുപോലെ തന്നെ ഇടുക്കി ഭാഗത്തുനിന്ന് വരുന്ന ഹെവി വാഹനങ്ങൾ, അതുപോലെ തന്നെ പെരുമ്പാവൂർ ഭാഗത്തുനിന്ന് വരുന്ന ഹെവി വാഹനങ്ങൾ, ഈ വാഹനങ്ങളെല്ലാം കോതമംഗലം ടൗണിൽ ടച്ച് ചെയ്യാതെ ബൈപ്പാസ് വഴി ഇടുക്കിക്കും അതുപോലെ തന്നെ പെരുമ്പാവൂർ എറണാകുളം ഭാഗത്തേക്കും പോകാനുള്ള സൈൻ ബോർഡുകളാണ് ഇന്നിവിടെ സ്ഥാപിക്കാൻ പോകുന്നത്. മൂവാറ്റുപുഴ ഭാഗത്തുനിന്ന് വരുന്ന ഹെവി വാഹനങ്ങൾ വിമലഗിരി ജംഗ്ഷൻ വന്നിട്ട് തങ്കളം ബൈപ്പാസിൽ വന്ന് ഇടുക്കിക്ക് പോകേണ്ട ആ വഴിയും അതുപോലെ തന്നെ പെരുമ്പാവൂർക്ക് പോകേണ്ട ലെഫ്റ്റ് വഴി തിരിഞ്ഞു പോവുക. അതുപോലെ തന്നെ ഇടുക്കി ഭാഗത്തുനിന്ന് വരുന്ന ഹെവി വാഹനങ്ങൾ അരമന ജംഗ്ഷൻ വന്ന് ബൈപ്പാസ് വഴി തങ്കളം ആലുവ പെരുമ്പാവൂർ ഭാഗത്തേക്കും അതുപോലെ തന്നെ മൂവാറ്റുപുഴ ഭാഗത്തേക്കും തിരിഞ്ഞു പോവുക. ഇത് മാത്രമല്ല, നമ്മളുടെ പോലീസ് സ്റ്റേഷൻ്റെ അടുത്തുനിന്ന് മലയൻകീഴിലേക്കുള്ള ഒരു പോക്കറ്റ് റോഡുണ്ട്, ധർമ്മഗിരി ഹോസ്പിറ്റലിൻ്റെ ബാക്കിലായിട്ട് വരുന്നത്. അവിടെ മലയൻകീഴിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ആ വഴി, ഈ ധർമ്മഗിരി വഴി ഒരിക്കലും ഒരു എൻട്രി അനുവദിക്കുന്നതല്ല. കാരണം ഏറ്റവും കൂടുതൽ സെൻറ്റ് അഗസ്റ്റിലെ കുട്ടികൾ പാസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്, അവിടെ ഒത്തിരി നഷ്ടം ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ ന്യൂ എൻട്രി ബോർഡ് സ്ഥാപിക്കുകയാണ്. അതുപോലെ തന്നെ പള്ളിത്താഴത്തുനിന്ന് ധർമ്മഗിരി ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴി, ആ വഴിയും ധർമ്മഗിരി ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങോട്ട് പള്ളിത്താഴത്തേക്ക് എൻട്രി അനുവദിക്കുന്നില്ല, അതും വൺ വേ ആക്കുകയാണ്. മൂവാറ്റുപുഴ, ഇടുക്കി, പെരുമ്പാവൂർ ഭാഗത്ത് നിന്ന് വരുന്ന ഹെവി വാഹനങ്ങൾ ഇനി മുതൽ കോതമംഗലം നഗരത്തിലൂടെ കടന്നുപോകാൻ പാടുള്ളതല്ല. കൊച്ചി ധനുഷ്കോടി ദേശീയപാത വഴി വരുന്ന ഭാരവാഹനങ്ങൾ ടൗൺ ടച്ച് ചെയ്യാതെ ഇടുക്കി, എറണാകുളം, മൂവാറ്റുപുഴ ഭാഗത്തേക്ക് പോകാനുള്ള സൈൻ ബോർഡ് വിമലഗിരി ജംഗ്ഷനിൽ സ്ഥാപിച്ചു. മൂവാറ്റുപുഴ ഭാഗത്ത് നിന്ന് വരുന്ന ഭാരവാഹനങ്ങൾ വിമലഗിരി ജംഗ്ഷനിൽ നിന്ന് തങ്കളം ബൈപ്പാസ് വഴിയാണ് ഇടുക്കി, പെരുമ്പാവൂർ ഭാഗങ്ങളിലേക്ക് പോകേണ്ടത്. ഇടുക്കിയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ അരമന ജംഗ്ഷനിൽ നിന്ന് ബൈപ്പാസിലൂടെ തങ്കളത്തെത്തിയാണ് ആലുവ, പെരുമ്പാവൂർ, മൂവാറ്റുപുഴ ഭാഗത്തേക്ക് പോകേണ്ടത്. കൂടാതെ കോതമംഗലം പോലീസ് സ്റ്റേഷൻ സമീപം മലയൻകീഴിലേക്കുള്ള പോക്കറ്റ് റോഡും പള്ളിത്താഴം ധർമ്മഗിരി ആശുപത്രി റോഡും വൺ വേ ആക്കും. മലയൻകീഴിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ പോക്കറ്റ് റോഡിൽ അനുവദിക്കില്ല. ഇവിടെ നോ എൻട്രി ബോർഡ് സ്ഥാപിക്കുകയും ചെയ്യും. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് റിട്ടയർ ചെയ്ത ദമ്പതികൾ 50,000 രൂപ സംഭാവന നൽകി. വാരപ്പെട്ടി പഞ്ചായത്തിൽ പിടവൂർ അജിത് ഭവനിൽ റിട്ടയർഡ് ജില്ലാ സപ്ലൈ ഓഫീസറായ MN ബാലഗോപാലൻ, ഭാര്യ റിട്ടയർഡ് KSEB അക്കൗണ്ട് ഓഫീസർ സുമതിയമ്മയുമാണ് പെൻഷൻ തുകയിൽ നിന്ന് 50,000 രൂപ നൽകിയത്. സംഭാവന തുകയുടെ ചെക്ക് ആന്റണി ജോൺ MLA പിടവൂർ വീട്ടിലെത്തി ഏറ്റുവാങ്ങി.
മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് റിട്ടയർ ചെയ്ത ദമ്പതികൾ 50,000 രൂപ സംഭാവന നൽകി. വാരപ്പെട്ടി പഞ്ചായത്തിൽ പിടവൂർ അജിത് ഭവനിൽ റിട്ടയർഡ് ജില്ലാ സപ്ലൈ ഓഫീസറായ MN ബാലഗോപാലൻ, ഭാര്യ റിട്ടയർഡ് KSEB അക്കൗണ്ട് ഓഫീസർ സുമതി അമ്മയുമാണ് പെൻഷൻ തുകയിൽ നിന്ന് 50,000 രൂപ നൽകിയത്. സംഭാവന തുകയുടെ ചെക്ക് ആന്റണി ജോൺ MLA പിടവൂർ വീട്ടിലെത്തി ഏറ്റുവാങ്ങി. ഈ ആദ്യമായിട്ടല്ല ഇത്തരത്തിലുള്ള ഒരു സഹായ ഹസ്തവുമായി ഇവർ മുന്നോട്ട് വരുന്നത്. മഹാപ്രളയത്തെ തുടർന്നും പിന്നീട് കോവിഡിൻ്റെ ഘട്ടത്തിലുമൊക്കെ ഇത്തരത്തിൽ രണ്ടുപേരുടെയും പെൻഷൻ കാശ് തുക അന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയിരുന്നു. അതിനു പുറമെ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ വളരെ സജീവമായി ഈ കുടുംബം പങ്കെടുക്കുകയാണ്. വളരെ മാതൃകാപരമായി തന്നെയാണ് തങ്ങൾക്ക് സർക്കാർ സർവീസിൽ നിന്ന് ലഭിച്ച ആ ഒരു സുരക്ഷിതത്വം ഇപ്പോൾ ജീവിതാവസാനം വരെ ആ പെൻഷൻ സൗകര്യം ഉൾപ്പെടെ നമുക്ക് ലഭിക്കുമ്പോൾ നമ്മുടെ നാടൊരു വലിയ ദുരന്തത്തെ, ഒരു ബുദ്ധിമുട്ടിനെ, ഒരു പ്രതിസന്ധിയെ നേരിടുമ്പോൾ തങ്ങളാൽ കഴിയുന്ന ഒരു സഹായം ആ ബുദ്ധിമുട്ട് നേരിടുന്ന, പ്രതിസന്ധി അനുഭവിക്കുന്ന വയനാടിന് നൽകണമെന്നുള്ളതാണ് ഇവർ രണ്ടുപേരും തീരുമാനിച്ചത്. അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് അത് ഇപ്പോൾ ഞങ്ങൾ ഇവിടെ ഏറ്റുവാങ്ങാൻ വേണ്ടി എത്തിയിട്ടുള്ളത്. CPM കവളങ്ങാട് ഏരിയ സെക്രട്ടറി ഷാജി മുഹമ്മദ്, ഏരിയ കമ്മിറ്റി അംഗം KB മുഹമ്മദ്, വാരപ്പെട്ടി ലോക്കൽ സെക്രട്ടറി MB വർഗീസ്, പല്ലാരിമംഗലം ലോക്കൽ സെക്രട്ടറി MM ബക്കർ, പല്ലാരിമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OE അബ്ബാസ്, വാരപ്പെട്ടി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM സെയ്ദ്, CPM ബ്രാഞ്ച് സെക്രട്ടറി KM കരീം തുടങ്ങിയവർ പങ്കെടുത്തു. മുൻപ് കൊറോണ കാലത്തും കഴിഞ്ഞ പ്രളയകാലത്തും ഈ ദമ്പതികൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ തൊടുപുഴ മേഖലാ സമ്മേളനവും പുസ്തക പ്രകാശനവും തൊടുപുഴയിൽ നടന്നു. റിട്ടയേർഡ് അസിസ്റ്റന്റ് കമാൻഡും അക്ഷരദീപം ചീഫ് അഡ്മിനുമായ ജോസഫ് സാർത്തോ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. KSPPWA ഇടുക്കി ജില്ലാ പ്രസിഡന്റും റിട്ടയേർഡ് IPS ഉദ്യോഗസ്ഥനുമായിരുന്ന KV ജോസഫ് അധ്യക്ഷത വഹിച്ചു. തുടർന്ന് റിട്ടയേർഡ് അസിസ്റ്റന്റ് കമാൻഡന്റ് VG ബാലകൃഷ്ണൻ രചിച്ച കാക്കിപത്രം എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും നടന്നു. കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ തൊടുപുഴ മേഖലാ സമ്മേളനവും പുസ്തക പ്രകാശനവും തൊടുപുഴയിൽ സംഘടിപ്പിച്ചു. റിട്ടയേർഡ് അസിസ്റ്റന്റ് കമാൻഡറും അക്ഷരദീപം ചീഫ് അഡ്മിനുമായ ജോസഫ് സാർത്തോ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സർവീസിരിക്കെ തന്നെ ഞാൻ ഓർത്തിരുന്നു, പോലീസിൽ നല്ല കഴിവുള്ള, അതായത് പോലീസിനെ പോലെ ഇങ്ങനെ മീഡിയ എടുത്തിട്ട് അലക്കുന്ന ഒരു വർഗം വേറെ കാണുന്നില്ല. നിങ്ങൾക്ക് എല്ലാ അനുഭവം ഉണ്ടായിരിക്കും. നിങ്ങൾ ചെയ്ത് നല്ല കാര്യങ്ങളൊന്നും ആരും കേൾക്കില്ല, അറിയില്ല, നിങ്ങൾക്ക് അതിനുള്ള ഒരു അംഗീകാരം കിട്ടില്ല. പക്ഷെ നിങ്ങൾ എന്തെങ്കിലും നെഗറ്റീവായിട്ട് മനസ്സിൽ കണ്ടല്ല ഉടനെ അത് നമ്മുടെ പത്ര സുഹൃത്തുക്കളുടെ കൂട്ടായ്മ നന്നായിട്ട് അത് ഹൈലൈറ്റ് ചെയ്യും. നിങ്ങൾ ചെയ്യുന്നൊരു നല്ല കാര്യം ഒരിക്കലും ചെയ്യില്ല. 100 അനുഭവം എനിക്കുണ്ടായിരുന്നു. അന്ന് ഞാൻ വിചാരിച്ചു പോലീസിനകത്ത് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഉള്ളതുപോലെയുള്ള കുറച്ച് മോശക്കാരുണ്ടായിരിക്കും, ഇല്ലാന്ന് പറയുന്നില്ല. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവുമല്ലോ സ്വഭാവ വ്യത്യാസമുള്ള ആൾക്കാർ. അപ്പോൾ നമ്മൾ ഈ സമൂഹമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നൊരു വിഭാഗം ആയതുകൊണ്ട് നമ്മൾ എല്ലാവരും ടാർഗറ്റിലുണ്ട്. എപ്പോൾ നോക്കിയാലും നമ്മൾ മീഡിയ അറ്റൻഷനുള്ള ഒരു വിഭാഗം പോലീസ് തന്നെയാണ്. അപ്പം നമ്മുടെ നല്ല കാര്യം എഴുതിയാൽ ആൾക്കാരുടെ ശ്രദ്ധ കിട്ടില്ല. അപ്പം അവൻ കുഴപ്പക്കാരനാണ്, അവൻ മറ്റേ പ്രതിയാണ് എന്നൊക്കെ പറയാനായിട്ട് എല്ലാ മീഡിയാസും സിനിമയിലെ നാടകത്തിലെ നോവലുകളിലെല്ലാം നമ്മളെ എത്ര മോശമായിട്ടാണ് ചിത്രീകരിച്ച് വയ്ക്കുക. പലപ്പോഴും എനിക്ക് വിഷമം തോന്നിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പരിണിത ഫലമാണ് എൻ്റെ ഈ പോലീസ് അക്ഷരദീപം. KSPPWA ഇടുക്കി ജില്ലാ പ്രസിഡന്റും റിട്ടയേർഡ് IPS ഉദ്യോഗസ്ഥനുമായിരുന്ന KV ജോസഫ് അധ്യക്ഷത വഹിച്ചു. തുടർന്ന് റിട്ടയേർഡ് അസിസ്റ്റന്റ് കമാൻഡന്റ് VG ബാലകൃഷ്ണൻ രചിച്ച കാക്കിപത്രം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു. സംസ്ഥാന ഭാഷാമാർഗ നിർദ്ദേശക സമിതി അംഗം ചാക്കോ C പൊരിയത്ത് റിട്ടയേർഡ് JST S ശിവനാഥിന് നൽകിക്കൊണ്ട് പ്രകാശനം നിർവഹിച്ചു. പോലീസ് ഉദ്യോഗസ്ഥന്റെ പച്ചയായ ജീവിതം കുറിപ്പ് ഇങ്ങനെയൊന്നും ലോകവും വായിച്ചിട്ടുണ്ടെന്ന് പറയുന്നില്ല. ഞാൻ ധാരാളം വായിക്കുന്നയാളാണ്. 23,000 പുസ്തകം ഉണ്ടെന്നുള്ളൊരു ചെറിയ ഗർവവും മനസ്സിലുള്ളയാളാണ്. ഏതായാലും N കൃഷ്ണൻ നായർ സാറിൻ്റെ പ്രസംഗകല എന്നൊരു പുസ്തകം മുൻപ് പോലീസ് വകുപ്പായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരാളുടെ രചന നമ്മളത് വായിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ പ്രസംഗകലയെക്കുറിച്ചുള്ള ഏറ്റവും ആധികാരികമായ ഒരു പുസ്തകം. അതിൽ പിന്നെ രവീന്ദ്രൻ സാറിൻ്റെ ഉൾപ്പെടെയുള്ള കുറേ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. എങ്കിൽ ഇത്രയും അക്ഷരബന്ധം ഈ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർക്ക് ഉണ്ടല്ലോ എന്നുള്ളൊരു അത്ഭുതം എനിക്ക് തോന്നിയത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ബാലൻ സാറിൻ്റെ ഈ ആത്മകഥാപരമായ കൃതി വായിച്ചതാണ്. പ്രസ് ക്ലബ്ബ് നിയുക്ത പ്രസിഡന്റ് വിനോദ് കണ്ണോളി, സാഹിത്യകാരൻ സുരേഷ് തൈക്കാട്ടിൽ, അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി AM ജോൺസൺ, സാഹിത്യകാരൻ രേഖ വെള്ളത്തൂവൽ, റിട്ടയേർഡ് CI KN സോമശേഖരൻ, മുൻ മേഖലാ സെക്രട്ടറി മാത്യു KU, VG ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു.
ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടെ. ജനവിരുദ്ധ കേന്ദ്ര ബജറ്റിനെതിരെ ജീവനക്കാരും അധ്യാപകരും FSETO നേതൃത്വത്തിൽ തൊടുപുഴയിൽ സായാഹ്ന ധർണ നടത്തി. NGO യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് TM ഹാജറ ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ ന്യൂമാൻ കോളേജ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്പാർട്ട്മെന്റ് മെറിറ്റ് ഡേ ആഘോഷവും BCom, MCom വിഭാഗങ്ങളിൽ ഏറ്റവും മികച്ച വിദ്യാർത്ഥികൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന പ്രൊഫസർ KV ദേവസി എൻഡോമെന്റ് വിതരണവും നടത്തി. കോളേജ് മാനേജർ മോൺസിഞ്ഞോൺ ഡോക്ടർ പയസ് മലയക്കണ്ടത്തിൽ മെറിറ്റ് ഡേ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ തൊടുപുഴ മേഖലാ സമ്മേളനവും പുസ്തക പ്രകാശനവും തൊടുപുഴയിൽ നടന്നു. വണ്ടമറ്റം അക്വാട്ടിക് സെന്ററിൽ വെച്ച് നടന്ന തൊടുപുഴ സബ് ജില്ലാ നീന്തൽ ചാമ്പ്യൻഷിപ്പിൽ കാളിയാർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാരായി. മനോരമ നല്ലപാടത്തിന്റെ ഇടുക്കി ജില്ലാ അധ്യാപക സംഗമം തൊടുപുഴ സിസിലിയ ഹോട്ടലിൽ നടത്തി. സമാപന യോഗം PJ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.